നമുക്കിന്ന് എളുപ്പത്തിലൊരു മോരുകറി തയ്യാറാക്കാം. അതിലേക്ക് വേവിക്കാൻ വേണ്ട സാധനങ്ങൾ ദാ കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളകും ഉണ്ട്. ഇത് ലേശം ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ 2 വിസിലടുപ്പിക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുകളൊക്കെ തയ്യാറാക്കാം കേട്ടോ. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി. ഇതിനി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരട്ടെ. അന്നേരത്തേന് നമുക്ക് മിക്സിയുടെ ജാറിൽ തൈരൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അരച്ച ജാറിലേക്ക് തന്നെയാണ് തൈര് ചേർത്തത്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളയ്ക്കൊന്നും വേണ്ട കേട്ടോ, ചെറിയ ചൂടായിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അതിനുള്ള സാധനങ്ങൾ: ചെറിയുള്ളി, വറ്റൽമുളക്, കരിവേപ്പില, കടുകും ഉലുവയും. എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടിയതിലേക്ക് ഇതാ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കരിവേപ്പില, ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. മാറിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് മോരിലേക്ക് വറവിടാം. മോരിലേക്ക് വറവിട്ട് കൊടുക്കാം കേട്ടോ. മോര് കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.